രേഖപ്പെടുത്തിയ വിമോചന സമര ചരിത്രങ്ങളുടെ ലോക റെക്കോർഡിൽ ഏറ്റവും വലിയ സംഭവമാണ് മലബാർ വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം ഉൾപ്പെടെ ഒരുപാട് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന വിപ്ലവങ്ങളെക്കാൾ മഹത്തരമായൊരു വിപ്ലവമാണ് മലബാർ വിപ്ലവം 1921. പക്ഷേ ചരിത്രകാരന്മാർ അതിനു വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല. സാമ്രാജ്യത്വ അനുകൂല ചരിത്രകാരന്മാർ വികലവും വിരൂപവുമാക്കി എന്നതാണ് മലബാർ വിപ്ലവ ചരിത്രം ലോകചരിത്ര വിപ്ലവത്തിൽ സ്ഥാനം പിടിക്കാതിരിക്കാനുള്ള കാരണം. ഏറ്റവും വലിയ വിപ്ലവം, വലിയ സംഭവം, രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയാൻ കാരണം ഈ വിപ്ലവം അടിച്ചമർത്തുന്നതിന് വേണ്ടിയും സ്വീകരിച്ച മാർഗങ്ങൾ. അപ്പോൾ അഫ്ഗാൻ യുദ്ധകാലത്ത് അഫ്ഗാനെ കീഴ്പ്പെടുത്താൻ അമേരിക്കൻ സാമ്രാജ്യം നടത്തിയ പോരാട്ടം, കയ്യേറ്റം, സദ്ദാം ഹുസൈനെ കീഴ്പ്പെടുത്താൻ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ നേതൃത്വം നടത്തിയ കയ്യേറ്റം, ആ രണ്ട് കയ്യേറ്റത്തെ തുടർന്ന് രൂപം കൊണ്ട കോണ്ടനാമ തടവറ. കോണ്ടനാമ തടവറയും അബൂ ഖുറൈബ് ജയിലും, ഇറാഖിലെ അബൂ ഖുറൈബ് ജയിൽ, കോണ്ടനാമ തടവറ. പുതിയ തലമുറയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പീഡനം ഏതെന്ന് ചോദിച്ചാൽ കോണ്ടനാമയും അബൂ ഖുറൈബ് ജയിലുമാണ്. സാമ്രാജ്യത്വ പട്ടാളക്കാർ സ്വീകരിച്ച ക്രൂരമായ മർദ്ദന രീതികൾ കൊണ്ടാണ് അബൂ ഖുറൈബ് ജയിലും അതുപോലെ കോണ്ടനാമ തടവറയും വർത്തമാനകാല സമൂഹത്തിൽ നമ്മുടെ ഏറ്റവും പ്രാധാന്യം നേടിയത്. പക്ഷേ ആ കാലത്ത് അവിടെ സ്വീകരിച്ചതിനേക്കാൾ കൊടിയ പീഡനം മലബാർ വിപ്ലവം അടിച്ചമർത്താൻ വേണ്ടി സ്വീകരിച്ചു എന്നതാണ് മലബാർ വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഏറ്റവും വലിയ വിപ്ലവങ്ങളുടെ മാതാവാണ് മലബാർ വിപ്ലവം എന്ന് പറയാൻ കാരണം, ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവം എന്ന് അറിയപ്പെടുന്ന, വിപ്ലവകാരി എന്നറിയപ്പെടുന്ന ചെഗുവേരയ്ക്ക് പോലും ബൊളീവിയൻ കാടുകളിൽ അദ്ദേഹം നടത്തിയ ഒളിപ്പോർ പോരാട്ടത്തിന് പ്രചോദനം വാര്യംകുന്നത്ത് പശ്ചിമഘട്ട മലനിരകളിൽ 1921 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടത്തിയ ഒളിപ്പോർ യുദ്ധങ്ങളും ഗറില്ല യുദ്ധങ്ങളിൽ നിന്നുമാണ് എന്നതാണ് സത്യം. 21 തന്നെ ഈ സംഭവം, അന്ന് സോവിയറ്റ് റഷ്യ, ബ്രിട്ടീഷ് ആധിപത്യ, അമേരിക്ക എന്ന ചിത്രത്തിൽ ഇല്ലാത്തൊരു രാജ്യം 21. പക്ഷേ ബ്രിട്ടൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. ബ്രിട്ടനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ പറയാറുള്ളത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന. പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഇതിൻ്റെ അർത്ഥവ്യാപ്തി ഉൾക്കൊണ്ടിട്ടല്ല, ഒരു ആലങ്കാരിക ഭാഷയാണ്. പക്ഷേ ആലങ്കാരിക ഭാഷ എന്നുള്ളതിലുപരി പ്രപഞ്ചം ഉരുണ്ടതാണ്, ഭൂമി, അതിൻ്റെ മുഴുവൻ ഭാഗവും ബ്രിട്ടീഷ് ആധിപത്യമായിരുന്നു. അപ്പോൾ പകുതി സമയത്ത് പകലും പകുതി സമയത്ത് രാത്രിയും അടങ്ങുന്നതായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം. അപ്പോൾ 21 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തിയാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന ഉച്ചാരണ ശൈലിക്ക് പ്രധാന കാരണം. ആ സാമ്രാജ്യം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ അക്കാലത്ത് 21 രാഷ്ട്രീയ ശക്തി സോവിയറ്റ് യൂണിയനായിരുന്നു. ലെനിൻ പാർട്ടി സെക്രട്ടറി, ഭരണാധികാരി എന്നുള്ള നിലയിൽ ബ്രിട്ടൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൻ്റെ കണ്ണിൽ അനുഭവത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു സോവിയറ്റ് യൂണിയൻ, സോവിയറ്റ് റഷ്യ. അപ്പോൾ 1922 സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് മോസ്കോയിൽ ചേരുകയുണ്ടായി. ലോകത്തൊട്ടാകെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കോൺഗ്രസ് നടത്താറുണ്ട്. 4 വർഷത്തിലൊരിക്കലാണ് നടത്താറുള്ളത്. 1917 സോവിയറ്റ് വിപ്ലവം, ബോൾഷെവിക് വിപ്ലവം എന്ന പേരിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം സോവിയറ്റ് റഷ്യയിൽ വന്നതിന് ശേഷം ചേർന്ന രണ്ടാം പാർട്ടി കോൺഗ്രസ്സാണ് 22 നടന്നത്. ആ പാർട്ടി കോൺഗ്രസ് 3 ദിവസം ഉണ്ടായിരുന്നു. ഈ കാര്യം ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർക്ക് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 28 വാള്യങ്ങളായി പ്രസിദ്ധീകരിച്ച പ്രഭാത് ബുക്ക് ഹൗസ് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥശേഖരത്തിൽ കണ്ടെത്താൻ കഴിയും. അതിൽ ലെനിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസ്, സാധാരണ പാർട്ടി കോൺഗ്രസ് ഇപ്പോഴും ഇന്ത്യയിൽ നടക്കുമ്പോഴും
ഒരു പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് അടുത്ത പാർട്ടി കോൺഗ്രസ് ചേരുന്നതിനിടെ മരണപ്പെട്ട ആഗോളതലത്തിലുള്ള വിപ്ലവകാരികളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുകയും ആ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുന്നത്. 1922 റഷ്യയിൽ നടന്ന സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സിൽ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുകയും അതിൽ പുഷ്പാർച്ചന ലെനിൻ പാർട്ടി സെക്രട്ടറി അർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ സമ്മേളനം ആരംഭിച്ചതെന്നാണ് രേഖയിൽ കാണുന്നത്. അതിൽ ആദ്യമായി വിപ്ലവം ആദരാഞ്ജലി അർപ്പിച്ചത് ഏറനാട്ടിലെ മലബാർ വിപ്ലവ നായകൻ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിക്കായിരുന്നു ലെനിൻ ആദരാഞ്ജലി അർപ്പിച്ചത്. 3 ദിവസത്തെ സമ്മേളനത്തിൽ അവസാനത്തെ അര ദിവസം ഒരു സെഷനായിക്കൊണ്ട് മലബാർ വിപ്ലവം ആ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കമ്മ്യൂണിസ്റ്റ് രേഖകളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് മുതൽ ഇപ്പോൾ പുട്ടിൻ്റെ ഭരണത്തിന് കീഴിലും അത് മാറ്റിയിട്ടില്ല. മലബാർ വിപ്ലവം അതിൻ്റെ നായകൻ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ പോരാളി എന്നുള്ള നിലയിൽ സോവിയറ്റ് റഷ്യയിലെ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ +2 തുല്യമായ പാഠ്യപദ്ധതിയാണ് സോവിയറ്റ് റഷ്യയിൽ ഇത് ഉൾപ്പെട്ട വിദ്യാഭ്യാസ മേഖല. അതുകൊണ്ട് തന്നെ അക്കാലത്തെ വലിയൊരു വിപ്ലവമായിരുന്നു രേഖപ്പെടുത്തിയ ചരിത്രം എന്നുള്ളതിന് അക്കാലത്തെ ഏറ്റവും വലിയ വിപ്ലവകാരി തന്നെ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ലെനിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പാർട്ടി കോൺഗ്രസ്സിൽ മലബാർ വിപ്ലവ സെഷനിൽ ലെനിൻ നടത്തിയ പ്രസംഗം അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മൾ നേരിട്ടത് കേവലം സാർ ചക്രവർത്തിയാണ് സോവിയറ്റ് റഷ്യയിലെ. നമ്മൾ നേരിട്ട ശക്തിയുടെ 1000 ഇരട്ടി ശക്തിയുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്തെയാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിപ്ലവകാരികളും നേരിട്ടത്. സാർ ചക്രവർത്തിയെ നേരിട്ട് നാം നേടിയ വിജയത്തിൻ്റെ 1000 മടങ്ങ് വിജയമാണ് ആ പോരാട്ടത്തിൽ ഏറനാട്ടിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി നേടിയത്. അവരുടെ ഭൂപ്രദേശം, അവരുടെ ഭരണത്തിന് കീഴിലുള്ള ഒരു ഭൂപ്രദേശം അവരെ ആട്ടിയോടിക്കുകയും സ്വയം ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്തു എന്നതാണ് മലബാർ വിപ്ലവത്തിലെ അക്കാലത്ത് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു വലിയ മഹത്തരമായ കാര്യമാണ്. സദ്ദാം ഹുസൈൻ്റെ പതനത്തിന് ശേഷം അൽ ജസീറ TV പ്രക്ഷേപണം ചെയ്ത സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ട നായകന്മാരുടെ കുറിച്ചുള്ള അവലോകനത്തിൽ 14 അവലോകനങ്ങളുള്ളതിൽ 3ാമത്തെ അവലോകനം വാര്യംകുന്നത്തിനെ കുറിച്ചുള്ളതായിരുന്നു. ലോകത്തൊട്ടാകെ അൽ ജസീറ TV അത് പ്രസിദ്ധീകരിക്കുന്നത്. അതും ആഗോളതലത്തിൽ നമ്മൾ പറയുന്ന വാര്യംകുന്നത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇൻ്റർനാഷണൽ പറയുന്ന കാര്യത്തിന് ചരിത്രപരമായ ആധികാരികത കൈവരുന്ന സംഭവങ്ങളിലൊന്നാണ്. സദ്ദാം ഹുസൈൻ 1ാം സ്ഥാനം, അതുപോലെ ബ്രിട്ടനെ ചരിത്രത്തിൽ എതിർത്ത വൻ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ട നായകന്മാരുടെ പട്ടികയിൽ 3ാം സ്ഥാനത്ത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെക്കുറിച്ചുള്ള അവരുടെ ലേഖനം അല്ലെങ്കിൽ പ്രസിദ്ധീകരണം അൽ ജസീറ പ്രക്ഷേപണം ചെയ്തിരുന്നു. ഇതാണ് അപ്പോൾ അത്ര വലിയൊരു സംഭവം. അപ്പോൾ ഞാൻ എൻ്റെ ഈ കാര്യത്തിലുള്ള ഏറ്റവും വലിയ ലോകത്തിലെ വിപ്ലവങ്ങളുടെ മാതാവാണ് മലബാർ വിപ്ലവം എന്ന് ഞാൻ പറയുന്നത് ഈ ചരിത്ര പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് സ്വീകരിച്ച ശിക്ഷാ നടപടി 1922 മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പൗത്രൻ പെങ്ങളുടെ മകൻ സഹോദരി പുത്രൻ, അദ്ദേഹം പുരോഗമന ചിന്താഗതിക്കാരനായിരുന്നു. അദ്ദേഹം മലബാർ സന്ദർശിച്ച് സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത സമയത്ത് തന്നെ ആയതുകൊണ്ട് ഒരുപാട് ആളുകളെ കാണുകയും ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുകയൊക്കെ ചെയ്തപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം സ്വീകരിച്ച ഒരു ശിക്ഷാരീതി സമരത്തെ അനുകൂലിക്കുന്ന മാപ്പിള ചെറുക്കൻ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ചെറുക്കന്മാരെ വലിയ ഉയരമുള്ള മരത്തിൽ ജീവനോടെ വിവസ്ത്രരാക്കി കെട്ടിത്തൂക്കുക. എന്തിനു വേണ്ടിയാണ്? ഈ ആൾ കുറേ ദിവസം കഴിഞ്ഞാൽ മരിക്കും, വെള്ളമല്ല ഭക്ഷണമല്ല, തൂങ്ങിക്കിടക്കുക കെട്ടിട്ട്. ചിലത് കൊമ്പൊടിഞ്ഞ് വീണ ചരിത്രമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് പഠിച്ച റിപ്പോർട്ട് എഴുതി അദ്ദേഹത്തിൻ്റെ കൃതി അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ചിരുന്നു. പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരി ലക്ഷ്മി പണ്ഡിറ്റിൻ്റെ മകളെയാണ്
സൗമ്യനാഥ് വിവാഹം ചെയ്തത് എന്നുള്ളതുകൊണ്ട് അന്നത്തെ നെഹ്റുവിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നിരോധിച്ച ആ പ്രസിദ്ധീകരണം അച്ചടിക്കാനും അതിനെ നിരോധനം പിൻവലിക്കുകയും പിന്നെ അത് പല ഭാഷകളിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ മലബാർ സന്ദർശനത്തെ വിപ്ലവത്തെക്കുറിച്ചുള്ള പഠനം പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി നൂറ്റാണ്ടിൻ്റെ സാക്ഷി ഇ മൊയ്തോലയുടെ മൂത്തപുത്രൻ പരേതനായ എം റഷീദ് സാഹിബ് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയ അതിലത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ കാര്യം. ജീവനോടെ തൂക്കിയിടുക, എന്നിട്ട് മരണം സംഭവിച്ചാൽ ആ തൂക്കിയിട്ട മരത്തിൻ്റെ ചുവട്ടിൽ പട്ടാളം പതിയിരിക്കും, സാമ്രാജ്യത്വ പട്ടാളക്കാർ. മരണപ്പെടുകയോ കൊമ്പ് പൊട്ടി താഴെ വീഴുകയോ ചെയ്താൽ മയ്യത്ത് സംസ്കരിക്കുക എന്നത് അക്കാലത്തെ മാപ്പിളമാരുടെ സാമൂഹ്യ ബാധ്യതയായി കരുതിക്കൊണ്ട് അവരെ അവിടെ വരും. അവിടെ വരുമ്പോൾ അത്രയും മാപ്പിളയെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു മറയാക്കിയിട്ടാണ് ഈ മരത്തിൽ കെട്ടിത്തൂക്കുന്ന ശിക്ഷാ സമ്പ്രദായം അവർ നടപ്പിലാക്കിയെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരന്മാരുണ്ട്. എന്തായാലും എത്രയോ പേരങ്ങനെ ഈ ഏറനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത്രയും ടോസറ്റ് റെജിമെൻറ്റ് എന്ന് പറയുന്ന അന്നത്തെ ലോകത്തിലെ ഏറ്റവും എന്ത് ക്രൂരതയും കാണിക്കാൻ മടിയില്ലാത്ത, ഉദാഹരണം പറഞ്ഞാൽ 21 മലബാർ വിപ്ലവത്തെ അമർത്തുന്നതിന് വേണ്ടി പൂക്കോട്ട് യുദ്ധം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾമരണം സംഭവിച്ച അധികാരിത്തൊടിയിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരെ വെടിവെച്ച് കൊന്നത് ടോസറ്റ് റെജിമെൻറ്റാണ്. ആ ടോസറ്റ് റെജിമെൻറ്റിൻ്റെ ആദ്യ പടയോട്ടം ഇങ്ങനെയായിരുന്നു. അത്രയും വലിയ അപ്പം കോണ്ടനാമ ജയിലറയിൽ ഇത്ര ക്രൂരത ഉണ്ടായിട്ടില്ല, കെട്ടിത്തൂക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സ്ഥാനമുള്ളൂ വാഗൺ ട്രാജഡി. ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിനേക്കാൾ ഭീകരമാണ് ജീവനോടെ വെയിലത്തും മഴയത്തും മരത്തിൽ തൂങ്ങിക്കിടന്ന് ഭക്ഷണമില്ല വെള്ളം കിട്ടാ മരണത്തിൻ്റെ ഭീകരത എത്രമാത്രം ദയനീയമായിരിക്കും എന്ന് ആലോചിച്ചാൽ അറിയാം. ശ്വാസം മുട്ടാതെ മരിച്ചതിനേക്കാൾ ഭീകരത അത് ഇവിടെ അതുപോലെയുള്ള ഏറ്റവും ക്രൂരമായ ശിക്ഷാമുറകൾ. അബൂ ഖുറൈബ് ജയിലിൽ നിർബന്ധിച്ച് ലൈംഗിക വേഷ്ടി ചെയ്യിപ്പിക്കാൻ തടവുകാരായ സ്ത്രീകളെയും പുരുഷന്മാരെയും ഉപയോഗിച്ച സാമ്രാജ്യത്വ സേനയുടെ ക്രൂരതയാണ് പാണ്ടിക്കാടും വെള്ളവങ്ങാടുമൊക്കെ ഈ വിപ്ലവത്തിൽ മരണപ്പെടുകയും ഒളിവിൽ പോവുകയും ചെയ്ത വീടുകളിൽ ചെല്ലുമ്പോൾ മുസ്ലിം സ്ത്രീകളെയാണ് കാണുക. തരുണീമണികളായ സുന്ദരികളായ മാപ്പിള സ്ത്രീകൾ. അവർ വെള്ളപ്പട്ടാളത്തിൻ്റെയും കൂർക്കപ്പട്ടാളത്തിൻ്റെയും ടോസറ്റ് റെജിമെൻറ്റ് ഭടന്മാരുടെയും കാമവികാരത്തിന് വിധേയമാകാൻ മരണം സംഭവിക്കുകയാണ് അതിലും നല്ലത് എന്ന വിശ്വാസം. വലാ തഖ്റബു സിന എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ ആകൃഷ്ടരായി നിന്ന തരുണിമണികളെ ഇവരുടെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോവുകയും അവരുടെ താൽക്കാലിക ക്യാമ്പുകൾ താമസിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ അതിന് വിസമ്മതിച്ച ധാരാളം സ്ത്രീകളെ ഇവർ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, എന്നിട്ട് ആക്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് പിന്നെ പാണ്ടിക്കാട് വെച്ച് നടന്ന ഗറില്ല ഏറ്റുമുട്ടൽ ഇതിൻ്റെ ഉള്ള പ്രതികാരം എന്നുള്ള നിലയിൽ നടത്തിയ സംഭവമാണ്. അത്ര ക്രൂരമായ ശിക്ഷാമുറ. അതുപോലെ വാഗൺ ട്രാജഡിയിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്ന ഇതൊക്കെ മലബാർ വിപ്ലവത്തിൻ്റെ ഈ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന ചരിത്രരേഖയ്ക്ക് പ്രാധാന്യം നൽകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മലബാർ വിപ്ലവത്തിലൂടെ ബ്രിട്ടീഷ് മലബാറിലുണ്ടായിരുന്ന കോഴിക്കോട്, ഏറനാട്, പൊന്നാനി, വള്ളുവനാട് എന്നീ താലൂക്കുകളിലെ 230ഓളം വില്ലേജുകൾ പൂർണ്ണമായും സ്വയംഭരണ മലബാർ സർക്കാരിൻ്റെ കീഴിലാവുകയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു അടയാളവും 6 മാസക്കാലത്തേക്ക് ഈ ഭൂപ്രദേശത്ത് ഇല്ലാതിരിക്കുകയും ചെയ്തു എന്നതാണ്. അതാണ് ഈ സംഭവത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോൾ ഇതിൽ ഇക്കാലത്ത് നടന്ന ഒരു പക്ഷേ ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ സഹോദരർ ക്ഷമിക്കണം. ഈ ഒളിപ്പോർ യുദ്ധവും ഗറില്ല പോരാട്ടവും രേഖപ്പെടുത്തിയതിൽ പ്രഥമ സ്ഥാനം മലബാർ വിപ്ലവത്തിലാണ്. മറ്റ് വിയറ്റ്നാമിലും ഒളീബിയയിലും ചെഗുവേരയൊക്കെ ഒളിപ്പോർ നടത്തിയിട്ടുണ്ട്. അതൊക്കെ 1921 ശേഷമാണ്. അപ്പോൾ സ്വാഭാവികമായും ലോക സംഭവം നടക്കുമ്പോൾ ലോകത്തൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കും. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ലോക വിപ്ലവകാരി ചെഗുവേരെ ഒളീവിയൻ കാടുകളിൽ ഒളിപ്പോർ യുദ്ധവും ഗറില്ല യുദ്ധവും നടത്തിയത്. പ്രത്യേകിച്ച് അക്കാലത്തെ റഷ്യൻ ഈ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് രേഖപ്പെടുത്തിയ ചരിത്രം കേരളത്തിലെത്തിയത് കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണെങ്കിലും അന്നത്തെ ലോകത്ത് അവരെ ഭാഷകളിൽ പ്രചരിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചെഗുവേര
സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടത്തിയത് എന്ന അഭിപ്രായം വളരെ ശക്തമായി എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വിമോചന പോരാട്ടത്തിനായി മാർഗമാക്കിയത് മലബാർ വിപ്ലവമാണ്. അതുപോലെ 50 നാടുകടത്തി, അന്തമാനിലേക്കും നാടുകടത്തി, ഇന്ത്യയിലെ വിവിധ ജയിലുകളിലേക്കും നാടുകടത്തി. അങ്ങനെ ഈ 21 മലബാർ വിപ്ലവം എന്ന് പറയുന്നത് സത്യത്തിൽ മാപ്പിള എന്ന ഇച്ചുക്കൊക്ക് എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ടെങ്കിൽ മാപ്പിള അല്ലായിരുന്നു അത്. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിമോചന പോരാട്ടമായിരുന്നു. അടിമത്തത്തിനും എതിരായി മനുഷ്യത്വത്തിനു വേണ്ടി സാമാന്യ പ്രാഥമിക നീതി ലഭിക്കുന്നതിനുണ്ടായൊരു ഇതാണ് മലബാർ വിപ്ലവം.